ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ കോളേജിൽ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പോയി ഓണം സെലിബ്രേഷനുള്ള കോസ്റ്റ്യൂം ഒക്കെ ഇടാം. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റെഡി ആവണം. ഇനി കുറച്ച് മുഖമൊന്ന് സെറ്റപ്പ് ആക്കണ്ടേ, അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ സൺസ്ക്രീൻ പറ്റിയുണ്ട്. സൺസ്ക്രീൻ അത്യാവശ്യം നമ്മൾ പറ്റി. കാരണം ഇന്ന് നമ്മുടെ കോളേജിൽ ഇന്ന് നമുക്ക് പുറത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല വെയിൽ കാര്യങ്ങളുണ്ടായി. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ബാംഗിൾസ് ഇട്ട്. ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കണ്ണ് എഴുതാനാണ്. കണ്ണ് ഞാൻ ക്യാമറയെ നോക്കി എഴുതിയില്ല ഗൈസ്, അത് നോക്കി എഴുതി. ഇപ്പം എൻ്റെ വേറെ എന്തൊക്കെയോ ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ മിററിൽ നോക്കി തന്നെ എഴുതി. ക്യാമറയിൽ നോക്കുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റൂല. അങ്ങനെ കണ്ണും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് ബ്ലഷ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ലിപ്സ്റ്റിക് വെച്ച് തന്നെയാണ് നമ്മൾ ബ്ലഷ് ഇടണത്. കാരണം ഞാൻ അങ്ങനെ മേക്കപ്പ് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ചെറിയ ഒരു മേക്കപ്പ് എലഗൻ്റ് ആയിട്ടുള്ളൊരു മേക്കപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ലിപ്സ്റ്റിക് ഇടാമെന്ന്. ലിപ്സ്റ്റിക്ക് ഞാൻ ആദ്യം തന്നെ ലിപ് ബാം പറ്റും. കാരണം എൻ്റെ ചുണ്ടിൽ മറ്റേ പിഗ്മെൻറ്റേഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ലിപ് ബാം പറ്റി നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ അത്രയും ഇതാവില്ല. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഡാസ്ലറിലാണ്. പിന്നെ ഫൗണ്ടേഷൻ നമ്മൾ കുറച്ച് പറ്റിയിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കമ്മലിടണം. ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാണ്. നമ്മൾ കമ്മലും ഇട്ട് സത്യം പറഞ്ഞാൽ ഗെറ്റ് റെഡി വിത്ത് മീ എനിക്ക് ആദ്യമായിട്ട് ചെയ്യണോണ്ട് വലിയ ഇതൊന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ക്ഷമിക്കണം. നമ്മൾ ബാംഗിൾസ് കാര്യങ്ങളിട്ട് നമ്മൾ ആദ്യം തന്നെ വലിയ കമ്മലിട്ട്. അപ്പോൾ അത്രയും വലിയ കമ്മൽ ഇടലാന്ന് വിചാരിച്ച് നമ്മൾ ഒരു സാധാ ഒരു കമ്മലാണ് നമ്മൾ ഇട്ടത്. പിന്നെ നമ്മുടെ മാലയൊക്കെ ഇടാൻ വേണ്ടി അനിയത്തി വരേണ്ടതെന്ന്. കാരണം എനിക്ക് ബാക്കിലെ കൊളുത്തിടണമെങ്കിൽ എനിക്ക് ആരില്ല ഹെൽപ്പ് വേണം. അപ്പോൾ എൻ്റെ അനിയത്തി എത്താത്താനെ ആരില്ലേക്ക് വിളിക്കാറ്. അങ്ങനെ നമ്മൾ മാലയും കാര്യങ്ങളൊക്കെ ഇട്ട്. ഇനി നമ്മുടെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നമ്മൾ നമ്മുടെ മെയിനായിട്ടുള്ള അനിയത്തി പറഞ്ഞ എന്നെ ക്യാമറയിൽ കാട്ടില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മൾ. പക്ഷെ കാട്ടിയൊന്നുമില്ല കേട്ടോ. ഇനിയാണ് നമ്മുടെ കണ്ണെഴുതി കഴിഞ്ഞപ്പോൾ മറന്നുപോയി. അങ്ങനെ മസ്കാരയും ഇട്ട്. മസ്കാര ലാസ്റ്റാണ് നമ്മൾ ഇട്ടത്. അതിട്ടപ്പോൾ കുറച്ച് അവിടെയൊക്കെ ആയി. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ തൂത്തൊക്കെ കളഞ്ഞ്. ഇങ്ങനെ ക്യാമറയെ നോക്കിയിടുമ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ. ആൻഡ് ഫൈനലി ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഓണം സെലിബ്രേഷന് ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഇനി ഞാൻ കോളേജിലേക്ക് പോകണം. അത് എൻ്റെ വാപ്പാടോടെയാണ് ഞാൻ പോയത്. കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോസ്റ്റായിട്ട് അവിടെ ഷെഡിൻ്റെ അടിയിൽ ഇരുന്ന്. കാരണം എന്ന് വെച്ചാൽ 9:30 ചെല്ലാൻ പറഞ്ഞിട്ട് 10-11 മണി വരെ നമ്മളവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ 9, 10, 11 കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവേലിയുടെ എൻട്രി ആയിരുന്നു ഇവിടെ. അത്യാവശ്യം ഞാൻ പേടിച്ചു. കാരണം എന്തോ ഭയങ്കര വലിയ സംഭവം പോലെയായിരുന്നു ഇത്. അങ്ങനെ ലാസ്റ്റ് ഇത് നമ്മൾ പാണ്ടിലോറിയിലൊക്കെ നമ്മുടെ എൻട്രി ഉണ്ടായിരുന്നു. അത് ചിരിച്ചിരി ചത്ത്. അതിലാണ് നമ്മുടെ മാവേലിയുടെ എൻട്രി ഉണ്ടായത്. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കോളേജിലേക്ക് കയറി. ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓണത്തിൻ്റെ പൂക്കളം ഇട്ടുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ലിഫ്റ്റിൽ കയറി. പിന്നെ മേളിലേക്ക് ചെന്നപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ കുറച്ച് കാര്യങ്ങൾ പരിപാടികൾ. അതിന് മുമ്പ് ഫുഡായിരുന്നു, സദ്യ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അങ്ങനെ കോളേജിലെ ഓഡിറ്റോറിയത്തിലായിരുന്നു നമുക്ക് സദ്യ. അത്യാവശ്യം കുറച്ച് കറികളുള്ളൊരു സദ്യ. നമ്മൾ അങ്ങനെ അതും കഴിച്ചത്. അവൾ നോക്കി കാണാൻ എന്താ ക്യാമറയിൽ അവൾക്ക് ഭയങ്കര നാണായിരുന്നു. നമുക്ക് ഇടവേളകൾക്ക് ശേഷം നമുക്ക് ചോറും കിട്ടി. ഇതാണ് എൻ്റെ ഫ്രണ്ട് ഹിസാന. അവൾ കാട്ടരുതെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാനത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പേര് എന്തിന് എല്ലാ കറികളും കിട്ടി, ചോറ് മാത്രം കിട്ടിയില്ല. അങ്ങനെ ലാസ്റ്റ് ശർക്കര വരട്ടി മാത്രം തിന്നേണ്ട അവസ്ഥയായി. അങ്ങനെ ഇരുന്ന് നമുക്ക് ചോറും കിട്ടി. അത്യാവശ്യം നല്ലൊരു ചോറായിരുന്നു സദ്യ എന്ന് പറയുന്നത്. കോളേജിലിരുന്ന് കഴിക്കാൻ അത്യാവശ്യം നല്ല വൈബ് ഉണ്ടായി. പിന്നെ നമുക്ക് ലാസ്റ്റ് കിട്ടി നമുക്ക് പായസം കിട്ടി. അങ്ങനെ നമ്മൾ ഫുഡും കഴിച്ച് കൈയൊക്കെ കഴുകി പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ വടംവലി ഇവിടെ നടക്കുന്നത്. വടംവലിയുടെ അതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം അത്രയേ ഉള്ളൂ എൻ്റെ ഓണം വീഡിയോ.